മധ്യരാജാക്കന്മാരുടെ എതിർപ്പുകൾ ശക്തമായിട്ടും യു.ഡി.എഫ് സർക്കാർ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോയെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. കേരളം വികസനത്തിലേക്കാണോ വിനാശത്തിലേക്കാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് തെരഞ്ഞെടുപ്പെന്നും സുധീരൻ. എൽ.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള യു.ഡി.എഫിന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കില്ലെന്നും ചെന്നിത്തല. കാളിദാരിക സംവാദത്താൽ പ്രസിദ്ധമായ കാട്ടാക്കാമ്പാൽ പൂരം സമാപിച്ചു. പൂരത്തിനിടെ പോലീസും പ്രാദേശിക പൂര കമ്മിറ്റി ഭാരവാഹികളും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് മുടങ്ങി. തിരുവിലാമല മലേഷ്യമംഗലത്ത് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് പരുത്തിപ്പള്ളി സ്വദേശികളായ വിഷ്ണു, അംബരീഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂരിൽ ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ മറിഞ്ഞുവീണ മണ്ണുമാന്തി യന്ത്രത്തിനിടയിൽ കുടുങ്ങിയ ഓപ്പറേറ്റർ മരിച്ചു. മോഷ്ടിച്ച വാഹനത്തിൽ കറങ്ങി നടന്ന് മോഷണത്തിന് ശ്രമിക്കുന്നതിനിടെ 2 പേർ ഗുരുവായൂരിൽ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി സേതുരാജ്, എറണാകുളം സ്വദേശി മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. മധ്യരാജാക്കന്മാരുടെ എതിർപ്പുകൾ ശക്തമായിട്ടും യു.ഡി.എഫ് സർക്കാർ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോയെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ പറഞ്ഞു. യു.ഡി.എഫ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ.ഡി.എഫ് ഭരണകാലത്ത് ലോട്ടറി രാജാക്കന്മാർ വിലസിയിരുന്ന സംസ്ഥാനമാണിത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയത് യു.ഡി.എഫ് സർക്കാരാണ്. സംഘപരിവാറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെക്കുറിച്ച് സഹതാപമാണുള്ളത്. സംഘപരിവാറിനും പുതിയ കൂട്ടാളികൾക്കും കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഭരണത്തിന്റെ തണലിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. അക്രമ രാഷ്ട്രീയവുമായി മുന്നോട്ടു പോകുന്ന CPM-ന് ക്രൂരതയുടെ മുഖമാണുള്ളത്. കേരളം വികസനത്തിലേക്കാണോ വിനാശത്തിലേക്കാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും വി.എം. സുധീരൻ പറഞ്ഞു. ടി.എൻ. പ്രതാപൻ MLA-യുടെ സേവനങ്ങളെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് കെ.പി. ധനപാലനെ നിർദ്ദേശിച്ച പ്രതാപന്റെ നിലപാട് തന്നെപ്പോലും ഞെട്ടിച്ചുവെന്ന് സുധീരൻ കൂട്ടിച്ചേർത്തു. ടി.എൻ. പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. AICC വക്താവ് PC ചാക്കോ, TU രാധാകൃഷ്ണൻ, AH ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. വാറും സരിതയും എൽ.ഡി.എഫിനെയും ബി.ജെ.പിയെയും രക്ഷിക്കുമെന്ന് കരുതി കള്ളപ്രചാരണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ശ്രമം കൂടിയാണ് അവർ നടത്തുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. യു.ഡി.എഫ് പുതുക്കാട് നിയോജകമണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. എൽ.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവർ കള്ളക്കഥകൾ മെനയുന്നതിനാണ് സമയം ചെലവഴിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ ചവിട്ടിമെതിക്കുന്ന മോദി വർഗീയതയുടെ പ്രതീകമായി നിൽക്കുകയാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള യു.ഡി.എഫിന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കാതെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി CN ബാലകൃഷ്ണൻ, പുതുക്കാട് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി സുന്ദരൻ കുന്നത്തുള്ളി, ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി MP വിൻസെന്റ്, KP വിശ്വനാഥൻ, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കാളിദാരിക സംവാദത്താൽ പ്രസിദ്ധമായ കാട്ടാക്കാമ്പാൽ പൂര മഹോത്സവം സമാപിച്ചു. കാളിദാരിക സംവാദവും ദാരികവധവും കാണാൻ ക്ഷേത്രാങ്കണത്തിലേക്ക് ആയിരങ്ങളെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിച്ചു. തുടർന്ന് മുന്നിൽ കാളിയും പിന്നിൽ ദാരികനുമായി ക്ഷേത്രത്തിലെത്തി. തേരിലേറി ക്ഷേത്രപ്രദക്ഷിണം നടത്തുന്ന കാളി ദാരികൻ ആദ്യം സംവാദത്തിൽ ഏർപ്പെട്ടു. ഇതിനിടെ കുപിതയായ കാളി ദാരികനെ വധിക്കാനായി എത്തിയതോടെ ദാരികൻ ഓടിയൊളിച്ചു. ക്ഷേത്രത്തിന്റെ ഓവുചാലിന് സമീപം ഒളിച്ചിരിക്കുന്ന ദാരികനെ പ്രതീകാത്മകമായി വധിക്കുന്നതിന് സമാനമായി കിരീടവുമെടുത്ത് കാളി മടങ്ങിയതോടെ പൂരത്തിന് സമാപനമായി. കാട്ടാക്കാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നടക്കേണ്ട കൂട്ടിയെഴുന്നള്ളിപ്പ് മുടങ്ങി. പ്രാദേശിക പൂര കമ്മിറ്റികളും പോലീസും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കാമ്പാൽ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. ഹർത്താലിന് ബി.ജെ.പി പിന്തുണ നൽകി. ചൊവ്വാഴ്ച പുലർച്ചെ പൂരത്തിന് രാവിലെ 5ഓടെ ക്ഷേത്രാങ്കണത്തിലെത്തിയ ചെറുപൂരങ്ങളെ സമയം കഴിഞ്ഞതായി പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ ക്ഷേത്രത്തിന്റെ ഗേറ്റ് പോലീസ് അടച്ചിട്ടതായാണ് പറയുന്നത്. ഇതോടെ പ്രാദേശിക പൂര കമ്മിറ്റികളും പോലീസും തമ്മിൽ തർക്കത്തിലായി. ഇതിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതായി ആരോപിച്ച് ഫർഹാൻ എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ ബഹളം രൂക്ഷമായി. ഇതിനിടയിലാണ് പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായത്. ബഹളം രൂക്ഷമായതോടെ പ്രാദേശിക പൂര കമ്മിറ്റികൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയി. തുടർന്ന് ദേവസ്വം ആനയെ മാത്രം നിർത്തി ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. രാവിലെ 9ഓടെ ക്ഷേത്ര ഭരണസമിതിയും പൂര കമ്മിറ്റികളും തമ്മിൽ നടത്താൻ തീരുമാനിച്ച ചർച്ചയ്ക്കെത്തിയ കമ്മിറ്റി ഭാരവാഹികളെ മുഴുവൻ
ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ വീണ്ടും തർക്കമായി. പോലീസും പ്രാദേശിക പൂരകമ്മിറ്റി ഭാരവാഹികളും തമ്മിൽ തർക്കം രൂക്ഷമായപ്പോൾ പോലീസ് വീണ്ടും ലാത്തിവീശി. ഇതോടെ ചർച്ച വേണ്ടെന്ന് വെച്ച് പൂരകമ്മിറ്റി ഭാരവാഹികൾ പിരിഞ്ഞുപോയി. ക്ഷേത്രത്തിൽ അനാവശ്യമായി പോലീസ് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് പൂരകമ്മിറ്റി ഭാരവാഹികളുടെ ആരോപണം. എന്നാൽ ക്ഷേത്രാങ്കണത്തിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയ ആളെ കസ്റ്റഡിയിലെത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമായിരുന്നുവെന്നും ക്ഷേത്രാചാരങ്ങളോ പൂരാഘോഷമോ തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. തിരുവില്ലാമല മലേഷ്യമംഗലത്ത് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് പരുത്തിപ്പള്ളി സ്വദേശികളായ 20 വയസ്സുള്ള കുന്നത്ത് വീട്ടിൽ വിഷ്ണു, 22 വയസ്സുള്ള നൊട്ടത്ത് വീട്ടിൽ അംബരീഷ് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ മറിഞ്ഞുവീണ മണ്ണുമാന്തി യന്ത്രത്തിനിടയിൽ കുടുങ്ങി ഓപ്പറേറ്റർ മരിച്ചു. തമിഴ്നാട് സേലം ധർമ്മപുരി സ്വദേശി 27 വയസ്സുള്ള മണിയാണ് മരിച്ചത്. തെക്കേനടയിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കാൻ കൊണ്ടുവന്നതായിരുന്നു മണ്ണുമാന്തി യന്ത്രം. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 പണികൾ കഴിഞ്ഞ് യന്ത്രം കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ലോറിയിൽ കയറ്റുകയായിരുന്നു. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് പലക തെന്നി വീണാണ് അപകടം സംഭവിച്ചത്. അടിയിൽപ്പെട്ട മണിയുടെ തലയ്ക്ക് മുകളിൽ യന്ത്രത്തിന്റെ മുകളിലെ ഇരുമ്പ് ഷീറ്റ് തുളഞ്ഞുകയറി. യന്ത്രം ഉയർത്തി മണിയെ രക്ഷപ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമം വിജയിക്കാത്തതിനെ തുടർന്ന് മറ്റൊരു മണ്ണുമാന്തി യന്ത്രവും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. അതിനു മുൻപ് തന്നെ ലോറിയുടെ ജാക്കി ഉപയോഗിച്ച് യന്ത്രം ഉയർത്തി മണിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ എന്ന സ്ഥാപനത്തിൻ്റെതാണ് മണ്ണുമാന്തി യന്ത്രം. 6 മാസമായി ഇതേ കമ്പനിയിലാണ് മണി ജോലിയെടുക്കുന്നത്. 2 ആഴ്ച മുൻപ് തമിഴ്നാട് സ്വദേശിനിയുമായി മണിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. മോഷ്ടിച്ച വാഹനത്തിൽ കറങ്ങി നടന്ന് മോഷണത്തിന് ശ്രമിക്കുന്നതിനിടെ 2 പേർ ഗുരുവായൂരിൽ പോലീസ് പിടിയിലായി. ആലപ്പുഴ അരൂർ സ്വദേശി അറക്കപ്പറമ്പിൽ സെയ്തു എന്ന് വിളിക്കുന്ന സേതുരാജ്, എറണാകുളം പരിക്കണ്ണി പുത്തൻകുടിയിൽ രാജൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ CI N രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ച അരിമ്പൂർ കുന്നത്തങ്ങാടി ചാലിശ്ശേരി വീട്ടിൽ വർഗീസിന്റെ ഭാര്യ പൗളിയുടെ കാറുമായാണ് ഇരുവരും മോഷണത്തിനിറങ്ങിയത്. വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത്. ഈ മാസം 5-നാണ് സെയ്തു തൃശൂരിൽ നിന്ന് കാർ മോഷ്ടിച്ചത്. കാർ വിൽപ്പന നടത്തുന്നതിനായി എറണാകുളത്ത് പോയി നടക്കാതെ വന്നപ്പോഴാണ് ഗുരുവായൂരിലെത്തിയത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മുഹമ്മദിനെ കാണുന്നത്. ജയിലിൽ വെച്ച് പരിചയമുള്ള ഇരുവരും പിന്നീട് ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയിടുകയായിരുന്നു. പിടിയിലായ സെയ്തു 12-ലധികം വാഹന മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മുഹമ്മദിനെതിരെ 50ഓളം മോഷണ കേസുകളുണ്ട്. എരുമപ്പെട്ടി പനക്കൽ ജ്വല്ലറിയിൽ നിന്ന് 5 കിലോ സ്വർണം മോഷ്ടിച്ച കേസ്, മുണ്ടത്തിക്കോട് ജ്വല്ലറി കവർച്ച, റബ്ബർ ഷീറ്റ് മോഷണം, ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും കിടന്നുറങ്ങുന്നവരിൽ നിന്ന് സ്വർണവും പണവും കവരൽ തുടങ്ങിയ കേസുകളാണ് മുഹമ്മദിനെതിരെയുള്ളതെന്നും പോലീസ് പറഞ്ഞു. SI സുരേന്ദ്രൻ മുല്ലശ്ശേരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P ബസന്ത്, KK ശിവദാസ്, CPOമാരായ ഏഞ്ചൽ, രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വിളക്കാഘോഷം നടക്കും. സംഘമേശ്വരൻ വർഷത്തിൽ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് വിളക്കാഘോഷം. കൊമ്പൻ മേഘാർജുനന്റെ പുറത്തേറിയാണ് എഴുന്നള്ളത്ത്. മാതൃകൽ ബലി കഴിഞ്ഞ് തിടമ്പ് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കും. 5-ാമത്തെ പ്രദക്ഷിണത്തിൽ കൂത്തമ്പലത്തിന് മുന്നിൽ വെച്ച് വിളക്കാചാരം നടക്കും. 6-ാം പ്രദക്ഷിണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ 2 ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ പങ്കെടുക്കും. പെരുവനം സതീശൻ മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിക്കും. ഒരിടവേള. വാർത്തകളിലേക്ക്. വികസനത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള കേരളത്തെ 12-ാം സ്ഥാനമുള്ള ഗുജറാത്ത് ആക്കുമെന്ന ശ്രീശാന്തിന്റെ അവകാശവാദം ഞെട്ടിച്ചുവെന്ന് സിനിമാ നടൻ സലീം കുമാർ പറഞ്ഞു. മാളയിൽ UDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. പലതവണ അവസരം കൊടുത്തിട്ടും ഒന്നും ശരിയാക്കാത്ത LDF ഇനിയെല്ലാം ശരിയാക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ലെന്ന് സലീം കുമാർ പറഞ്ഞു. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിനെ 12-ാം സ്ഥാനത്ത് നിന്ന് ഗുജറാത്ത് ആണെങ്കിൽ എമ്മാതിരി ബൗളികൾ വരുമെന്നോ. ഈ ശ്രീശാന്ത് തിരുവനന്തപുരത്ത് ഇലക്ഷനൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു ബൗളറാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ജങ്കാർ സർവീസ് നിലച്ചത്. ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ, എറണാകുളം ജില്ലയിലെ തീരമേഖല വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. ജങ്കാർ നിലച്ചതിനെ തുടർന്ന് തീരദേശ യാത്രക്കാർക്ക് 10 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. എഞ്ചിൻ തകരാർ പരിഹരിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരമേഖലയെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള യാത്രാമാർഗമാണ്. അടിപിടി കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി പട്ടിലങ്ങാടി സ്വദേശി അറക്കവീട്ടിൽ ഷിഹാബാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി മസ്ജിദ് റോഡിൽ നിന്ന് SI S അഭിലാഷ് കുമാറും സ്പെഷ്യൽ ബ്രാഞ്ച് ASI AV കബീറും ചേർന്നാണ് ഷിഹാബിനെ പിടികൂടിയത്. വാടാനപ്പള്ളി സ്വദേശി കബീർ എന്നയാളെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. ചെങ്ങാലൂർ ഈ റോഡിൽ വീട് നിർമ്മാണത്തിന്റെ മറവിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നാട്ടുകാർ വീണ്ടും തടഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30 തുടങ്ങിയ മണ്ണെടുപ്പ് 9:30 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ എത്തിയ നാട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ മറവിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് അംഗം സജിത് കോമത്തുകാട്ടിൽ, KK അനീഷ് കുമാർ, VA ലിൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ചയും ഇവിടെ മണ്ണെടുക്കാനുള്ള ശ്രമം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ ബസ് 2 പേർക്ക് വിറ്റ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ നെട്ടിശ്ശേരിയിൽ താമസിക്കുന്ന ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ജോർജാണ് പിടിയിലായത്. 1998 കേസിനാസ്പദമായ സംഭവം. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ബസ് വിൽപ്പന നടത്തിയ ശേഷം രേഖകളുടെ കോപ്പികൾ മാത്രം നൽകി അസൽ രേഖ പിന്നീട് നൽകാമെന്ന് പറയുകയും ഈ രേഖ ഉപയോഗിച്ച് ബസ് മറ്റൊരാൾക്ക് കച്ചവടം നടത്തുകയും ചെയ്തെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം SITP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. CPOമാരായ സജീവൻ, ആരിഫ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പൂലാനി മലബാർ ബ്യൂവറീസ് ബിയർ കമ്പനിയിലെ സെയിൽസ് ജീവനക്കാരായ 22 പേരെ പിരിച്ചുവിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ജീവനക്കാരുടെ സംഘടനയായ CITUവിന്റെ കീഴിലുള്ള KMSRAയുടെ ആഭിമുഖ്യത്തിൽ കമ്പനിപ്പടിക്കൽ ധർണ നടത്തി. CPM ലോക്കൽ സെക്രട്ടറി MM രമേശൻ ഉദ്ഘാടനം ചെയ്തു. U സതീഷ് കുമാർ, KV ഷാജു, അനൂപ് രാജ എന്നിവർ സംസാരിച്ചു. 20 വർഷം വരെ സർവീസുള്ള ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടും. മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് KMSRA ഭാരവാഹികൾ പറഞ്ഞു. കുന്നംകുളത്തെ വ്യാപാരിയും CPM നേതാവും കടവല്ലൂർ പഞ്ചായത്ത് അംഗവുമായിരുന്ന കരിക്കാട് നാലകത്ത് സുബൈർ വാഹനാപകടത്തിൽ മരിച്ച് 15 ദിവസം പിന്നിട്ടിട്ടും അപകടത്തിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം. സുബൈർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കൈതച്ചക്ക കയറ്റി പോകുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഈ മാസം 4-ന് രാത്രി 9:00 കട അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകും വഴി പാറേമ്പാടം സെന്ററിലായിരുന്നു അപകടം. അപകടം നടന്ന 3-ാം ദിവസം വാഹനം തിരൂരിൽ നിന്ന് പോലീസ് പിടികൂടിയെങ്കിലും പെരുമ്പാവൂർ സ്വദേശിയായ ഡ്രൈവറെ ഇനിയും പിടികൂടാനായിട്ടില്ല. അപകട സ്ഥലത്തുണ്ടായിരുന്ന ചിലർ ലോറിയുടെ നമ്പർ കുറിച്ചെടുത്താണ് വാഹനവും ഡ്രൈവറെയും തിരിച്ചറിയാൻ കാരണമായത്. പൊന്നൂർക്കുളം നാക്കോല തുമ്പനാത്ത് പറമ്പിൽ വിഷു ആഘോഷ പരിപാടിക്കിടെയുണ്ടായ BJP CPM സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 BJP പ്രവർത്തകർ അറസ്റ്റിൽ. പനന്തറ അറക്കൽ വരുൺ, കൊല്ലവളപ്പിൽ യദുകൃഷ്ണൻ, എടക്കര വീട്ടിൽ സൂരജ്, കളത്തിങ്ങൽ അഖിൽ എന്നിവരെയാണ് വടക്കേക്കാട് SI PK മോഹിതിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. CPM പ്രവർത്തകരുടെ പരാതിയിൽ 9 പേർക്കെതിരെയും അറസ്റ്റിലായ സൂരജിന്റെ പരാതിയിൽ 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയിരുന്ന കാർ ചൂണ്ടൽ പാറപ്പുറത്ത് നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം, കൊണ്ടോട്ടി സ്വദേശികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ഗൾഫിലേക്ക് പോകാനിരുന്ന യുവതിയെ മറ്റൊരു കാറിൽ ബന്ധുക്കളോടൊപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് പറഞ്ഞയച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം UDF കൺവെൻഷൻ ടൗൺ ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ TK വർഗീസ് അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു,
DCC സെക്രട്ടറിമാരായ MS അനിൽകുമാർ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികനായി. 2 ആനകളുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. ശിങ്കാരിമേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ഉത്സവത്തിന് കൊഴുപ്പേകി. ഒരിടവേള. വാർത്തകളിലേക്ക്. വികസനത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള കേരളത്തെ 12-ാം സ്ഥാനമുള്ള ഗുജറാത്ത് ആക്കുമെന്ന ശ്രീശാന്തിന്റെ അവകാശവാദം ഞെട്ടിച്ചുവെന്ന് സിനിമാ നടൻ സലീം കുമാർ പറഞ്ഞു. മാളയിൽ UDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. പലതവണ അവസരം കൊടുത്തിട്ടും ഒന്നും ശരിയാക്കാത്ത LDF ഇനിയെല്ലാം ശരിയാക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ലെന്ന് സലീം കുമാർ പറഞ്ഞു. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിനെ 12-ാം സ്ഥാനത്ത് നിന്ന് ഗുജറാത്ത് ആണെങ്കിൽ എമ്മാതിരി ബൗളികൾ വരുമെന്നോ. ഈ ശ്രീശാന്ത് തിരുവനന്തപുരത്ത് ഇലക്ഷനിലുണ്ട്. വളരെ നല്ലൊരു ബൗളറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ജങ്കാർ സർവീസ് നിലച്ചത്. ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ, എറണാകുളം ജില്ലയിലെ തീരമേഖല വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. ജങ്കാർ നിലച്ചതിനെ തുടർന്ന് തീരദേശ യാത്രക്കാർക്ക് 10 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. എഞ്ചിൻ തകരാർ പരിഹരിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരമേഖലയെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള യാത്രാമാർഗമാണ്. അടിപിടി കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി പട്ടിലങ്ങാടി സ്വദേശി അറക്കവീട്ടിൽ ഷിഹാബാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി മസ്ജിദ് റോഡിൽ നിന്ന് SI S അഭിലാഷ് കുമാറും സ്പെഷ്യൽ ബ്രാഞ്ച് ASI AV കബീറും ചേർന്നാണ് ഷിഹാബിനെ പിടികൂടിയത്. വാടാനപ്പള്ളി സ്വദേശി കബീർ എന്നയാളെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. ചെങ്ങാലൂർ ഈ റോഡിൽ വീട് നിർമ്മാണത്തിന്റെ മറവിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നാട്ടുകാർ വീണ്ടും തടഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30 തുടങ്ങിയ മണ്ണെടുപ്പ് 9:30 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ എത്തിയ നാട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ മറവിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് അംഗം സജിത് കോമത്തുകാട്ടിൽ, KK അനീഷ് കുമാർ, VA ലിൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ചയും ഇവിടെ മണ്ണെടുക്കാനുള്ള ശ്രമം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ ബസ് 2 പേർക്ക് വിറ്റ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ നെട്ടിശ്ശേരിയിൽ താമസിക്കുന്ന ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ജോർജാണ് പിടിയിലായത്. 1998 കേസിനാസ്പദമായ സംഭവം. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ബസ് വിൽപ്പന നടത്തിയ ശേഷം രേഖകളുടെ കോപ്പികൾ മാത്രം നൽകി അസൽ രേഖ പിന്നീട് നൽകാമെന്ന് പറയുകയും ഈ രേഖ ഉപയോഗിച്ച് ബസ് മറ്റൊരാൾക്ക് കച്ചവടം നടത്തുകയും ചെയ്തെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം SITP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. CPOമാരായ സജീവൻ, ആരിഫ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പൂലാനി മലബാർ ബ്യൂവറീസ് ബിയർ കമ്പനിയിലെ സെയിൽസ് ജീവനക്കാരായ 22 പേരെ പിരിച്ചുവിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ജീവനക്കാരുടെ സംഘടനയായ CITUവിന്റെ കീഴിലുള്ള KMSRAയുടെ ആഭിമുഖ്യത്തിൽ കമ്പനിപ്പടിക്കൽ ധർണ നടത്തി. CPM ലോക്കൽ സെക്രട്ടറി MM രമേശൻ ഉദ്ഘാടനം ചെയ്തു. U സതീഷ് കുമാർ, KV ഷാജു, അനൂപ് രാജ എന്നിവർ സംസാരിച്ചു. 20 വർഷം വരെ സർവീസുള്ള ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടും. മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് KMSRA ഭാരവാഹികൾ പറഞ്ഞു. കുന്നംകുളത്തെ വ്യാപാരിയും CPM നേതാവും കടവല്ലൂർ പഞ്ചായത്ത് അംഗവുമായിരുന്ന കരിക്കാട് നാലകത്ത് സുബൈർ വാഹനാപകടത്തിൽ മരിച്ച് 15 ദിവസം പിന്നിട്ടിട്ടും അപകടത്തിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം. സുബൈർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കൈതച്ചക്ക കയറ്റി പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു.
ഈ മാസം 4-ന് രാത്രി 9-ഓടെ കട അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകും വഴി പാറേമ്പാടം സെന്ററിലായിരുന്നു അപകടം. അപകടം നടന്ന 3-ാം ദിവസം വാഹനം തിരൂരിൽ നിന്ന് പോലീസ് പിടികൂടിയെങ്കിലും പെരുമ്പാവൂർ സ്വദേശിയായ ഡ്രൈവറെ ഇനിയും പിടികൂടാനായിട്ടില്ല. അപകട സ്ഥലത്തുണ്ടായിരുന്ന ചിലർ ലോറിയുടെ നമ്പർ കുറിച്ചെടുത്താണ് വാഹനവും ഡ്രൈവറെയും തിരിച്ചറിയാൻ കാരണമായത്. പൊന്നൂർക്കുളം നാക്കോല തുമ്പനാത്ത് പറമ്പിൽ വിഷു ആഘോഷ പരിപാടിക്കിടെയുണ്ടായ BJP-CPM സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 BJP പ്രവർത്തകർ അറസ്റ്റിൽ. പനന്തറ അറക്കൽ വരുൺ, കൊല്ലവളപ്പിൽ യദുകൃഷ്ണൻ, എടക്കര വീട്ടിൽ സൂരജ്, കളത്തിങ്ങൽ അഖിൽ എന്നിവരെയാണ് വടക്കേക്കാട് SI PK മോഹിതിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. CPM പ്രവർത്തകരുടെ പരാതിയിൽ 9 പേർക്കെതിരെയും അറസ്റ്റിലായ സൂരജിന്റെ പരാതിയിൽ 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയിരുന്ന കാർ ചൂണ്ടൽ പാറപ്പുറത്ത് നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം, കൊണ്ടോട്ടി സ്വദേശികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ഗൾഫിലേക്ക് പോകാനിരുന്ന യുവതിയെ മറ്റൊരു കാറിൽ ബന്ധുക്കളോടൊപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് പറഞ്ഞയച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം UDF കൺവെൻഷൻ ടൗൺ ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ TK വർഗീസ് അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു, DCC സെക്രട്ടറിമാരായ MS അനിൽകുമാർ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികനായി. 2 ആനകളുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. ശിങ്കാരിമേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ഉത്സവത്തിന് കൊഴുപ്പേകി. ഒരിടവേള. ഗുരുവായൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PM സാദിഖ് അലി വടക്കേക്കാട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫസലുൽ അലി, വടക്കേക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ OM മുഹമ്മദ് അലി, P കുഞ്ഞിമൊയ്തു, ലൂക്കോസ് തലക്കോട്ടൂർ, VM മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പണവും ലാപ്ടോപ്പും അടങ്ങുന്ന ബാഗ് തിരികെ നൽകി യുവാവ് മാതൃകയായി. എരുമപ്പെട്ടി തെക്കുമുറി സ്വദേശി കൂലിപ്പണിക്കാരനായ തൈക്കാടൻ ജോഷിയാണ് റോഡരിയിൽ നിന്ന് ലഭിച്ച ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകിയത്. തിങ്കളാഴ്ച വൈകിട്ട് ജോലിക്ക് പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് 50,000 രൂപയും ലാപ്ടോപ്പും വിവിധ രേഖകളും അടങ്ങിയ ബാഗ് തയ്യൂർ പാലത്തിന് സമീപം വഴിയിൽ കിടക്കുന്നത് കണ്ടത്. വീട്ടിലെത്തി വീട്ടുകാരോട് വിവരം പറഞ്ഞപ്പോൾ പണവും ലാപ്ടോപ്പും നഷ്ടപ്പെട്ടെന്ന അറിയിപ്പ് TCVയിൽ കണ്ട കാര്യം വീട്ടുകാർ ജോഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് അറിയിപ്പിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബാഗ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന വിവരം ജോഷി പറയുകയായിരുന്നു. എരുമപ്പെട്ടി പ്രസിഡൻസി കോളേജിലെ ജീവനക്കാരനായ തയ്യൂർ സ്വദേശി രമേഷിൻ്റെതായിരുന്നു ബാഗ്. കോളേജിൽ നടന്ന ചടങ്ങിൽ പണവും ലാപ്ടോപ്പും വിവിധ രേഖകളും അടങ്ങുന്ന ബാഗ് രമേഷിന് ജോഷി നൽകി. കോളേജ് അധികൃതരും ജീവനക്കാരും ജോഷിയെ അനുമോദിച്ചു. പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സുകളും ബോർഡുകളും പോലീസ് എടുത്തുമാറ്റി. വടക്കേക്കാട് പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ പൊതുസ്ഥലങ്ങളിൽ വിവിധ പാർട്ടികൾ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളുമാണ് വടക്കേക്കാട് SI മോഹിത്തിന്റെ നേതൃത്വത്തിൽ എടുത്തുമാറ്റിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്ഥാപിച്ച ഫ്ലക്സുകളാണ് നീക്കം ചെയ്തത്. വിജ്ഞാനദായിനി സഭ ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഹാളിന്റെ ശിലാസ്ഥാപനം സ്വാമി പ്രകാശാനന്ദ നിർവഹിച്ചു. സഭാ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു. KR ദിനേശൻ, CD ശ്രീലാൽ, CG സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 5ാമത് അഖിലേന്ത്യാ ഫ്ലഡ്ലിറ്റ് സെവൻസ് ഫുട്ബോൾ മേള ആരംഭിച്ചു. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. TB ദയാനന്ദൻ അധ്യക്ഷനായി. ആദ്യ മത്സരത്തിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് ലിൻഷ മെഡിക്കൽസ് ജേതാക്കളായി. UDF വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഓട്ടുപാറയിൽ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
UDF ചെയർമാൻ CK സാബു അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, EK ദിവാകരൻ, TV ചന്ദ്രമോഹൻ, K അജിത് കുമാർ, ജിമ്മി ചൂണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പിടൽ 12 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് കളക്ടർ വി. രതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം. നിശ്ചിത സമയത്തിനുള്ളിൽ പൈപ്പിടൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. കൈരളി ജംഗ്ഷൻ മുതൽ പടിഞ്ഞാറെ നട വരെ 12 സൈഡ് ചേംബറുകളും പടിഞ്ഞാറെ നട മുതൽ കമ്പിപ്പാലം വരെയുമായി 9 സൈഡ് ചേംബറുകളും സ്ഥാപിക്കാനുണ്ട്. നഗരത്തിൽ പല ഭാഗങ്ങളിലുമായി റോഡരികിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സൈഡ് ചേംബറുകളുടെയും മാൻഹോളുകളുടെയും കോൺക്രീറ്റ് റിങ്ങുകൾ നീക്കം ചെയ്യണമെന്നും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തഹസിൽദാർ കതിർ വടിവേലു, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവീൺ കുമാർ, ACP R ജയചന്ദ്രൻ പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പിടൽ പ്രവൃത്തികൾ വിലയിരുത്തി. കൊടകര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസിക്കുന്ന വലിയ പറമ്പിൽ പരേതനായ മണിയുടെ ഭാര്യ 74-കാരി അമ്മണിയുടെയും മകൻ സുഗുവിന്റെയും വീടിന്റെ വാർക്കപ്പണിക്കെത്തിയ പണിക്കാരെ കണ്ട് നാട്ടുകാർ ഞെട്ടി. കോളേജ് യൂണിഫോമിലെത്തിയ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പണിക്കെത്തിയത്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മെറ്റലും മണലും കോരാനും കോൺക്രീറ്റ് നിറച്ച ചട്ടികളെറിയാനും കുട്ടികൾക്ക് ആവേശം. ഭൂരിഭാഗം പേരും ആദ്യമായി ചെയ്യുന്ന പണിയായതിനാൽ വെട്ടിവിയർത്തു. ചിലരുടെ കൈകൾ പൊളച്ചു. എങ്കിലും പാവപ്പെട്ട കുടുംബത്തിന് കൂരയുണ്ടാക്കി നൽകുന്നതിൻ്റെ സംതൃപ്തി എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പ്രായവും അസുഖവും തളർത്തിയ അമ്മിണിയമ്മയ്ക്കും അവിവാഹിതനായ മകനും വീടില്ലാതായിട്ട് വർഷങ്ങളായി. പണിക്ക് പോകാൻ പറ്റാത്ത ഇരുവരും ആടുകളെ വളർത്തി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കഴിയുന്നത്. ഇവരുടെ സ്ഥലത്തിന് പട്ടയമില്ലാത്തതിനാലും തർക്കഭൂമിയായതിനാലും വീട് പണിയാൻ സർക്കാർ സഹായമൊന്നും ലഭിക്കാത്ത സ്ഥിതിയാണ്. നാട്ടുകാരും സുമനസ്സുകളും സഹായിച്ച് വീട് നിർമ്മാണം തുടങ്ങിയെങ്കിലും ഭിത്തി പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതറിഞ്ഞാണ് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ആലോചിച്ചത്. 3-ാം വർഷ സിവിൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സഹൃദയം 2016 എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കി. ഏകദേശം 2 ലക്ഷത്തോളം രൂപ വീട് നിർമ്മാണത്തിനായി സമാഹരിക്കാൻ തീരുമാനിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡു ആലപ്പാടനും പ്രിൻസിപ്പൽ ഡോക്ടർ സുധ ജോർജ് വളവിയും ഈ പ്രവൃത്തികൾക്ക് എല്ലാ പ്രോത്സാഹനവും സഹായവും നൽകി. പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ തേപ്പ്, വയറിംഗ്, പ്ലംബിംഗ്, തറ ടൈലിടൽ, ശുചിമുറി തുടങ്ങി മുഴുവൻ പണികളും ചെയ്തു നൽകും. വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചാണ് ഇതിനായി പണം കണ്ടെത്തുക. വിദഗ്ധ തൊഴിലാളികളോടൊപ്പം വിദ്യാർത്ഥികളും നിർമ്മാണ ജോലികളിൽ സഹായിക്കുന്നതിനാൽ പണിക്കൂലി ലാഭമുണ്ടാകും. സിവിൽ വിഭാഗ മേധാവി പ്രൊഫസർ CP സണ്ണി, വിദ്യാർത്ഥികളായ കിരൺ ജോയ്, കാതറിൻ റോബർട്ട്, P ഫൗസിൻ, അനിറ്റ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടത്തുന്നത്. സഹൃദയ കോളേജ് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾ സൗജന്യമായി LED ബൾബുകൾ നിർമ്മിച്ചു നൽകി ഊർജ്ജ സംരക്ഷണ സന്ദേശം നൽകിയതും ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. TCV ന്യൂസ്, കൊടകര. കാട്ടാക്കമ്പൽ ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിൽ ഭക്തരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇതോടനുബന്ധിച്ച് ചിറക്കൽ സെന്ററിൽ നടന്ന പൊതുയോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി വരവൂർ അധ്യക്ഷനായിരുന്നു. രജീഷ് കീഴൂർ, മോഹനൻ ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഴൂക്കര പള്ളിയിലെ വിശുദ്ധ യോസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 5-ന് ഫാദർ ജോൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. പരവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയാണ് തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെയ് 1-നാണ് തിരുനാൾ ആഘോഷം. രാവിലെ ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നവീൻ ഊക്കൻ നേതൃത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ K. ജേക്കബ്, MC ഫ്രാൻസിസ്, NL ദേവസിക്കുട്ടി, KR ബാബു, ജോസ് കണ്ണമ്പുഴ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ പൂജ നടന്നു. വിനോദ് വടക്കേടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികനായി. കോടാലി മാങ്കുറ്റിപ്പാടം അയ്യപ്പ സമാജത്തിനു കീഴിലെ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, പുറത്തേക്കെഴുന്നള്ളിപ്പ്, കാഴ്ചശീവേലി, ദീപാരാധന, സഹസ്രനാമാർച്ചന എന്നിവയുണ്ടായി. മാങ്കുറ്റിപ്പാടം തെയ്യം ചങ്ങാതിക്കൂട്ടത്തിന്റെ അമ്പലമേളവും അരങ്ങേറി. പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയ്ക്ക് കൊടകര ഉണ്ണി പ്രാമാണികത്വം വഹിച്ചു. കണ്ണന് മുന്നിൽ കൃഷ്ണ കഥകളാടി പ്രശസ്ത ഒഡീസി കലാകാരി ഗുരു ഗീത മകാലഗിന്റെ ഒഡീസി നൃത്തം നടന ചാരുതയേകി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു നൃത്തം അരങ്ങേറിയത്. കൃഷ്ണകഥകളുടെ വിവിധ ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു നൃത്തവിരുന്ന്. കൃഷ്ണയും രാധയും തമ്മിലുള്ള രംഗങ്ങൾ രാസഭാവങ്ങളോടെ പകർന്നാടി. രാമായണത്തിലെ ഏതാനും രംഗങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു.
ജില്ലാ ഭരണകൂടമാണ് പരിപാടി സംഘടിപ്പിച്ചത്. നൃത്തം കാണാൻ കളക്ടർ വി രതീശനും ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ളയും മുൻനിരയിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം ഓഫീസ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PB അലിയാർ അധ്യക്ഷത വഹിച്ചു. KA റിയാസുദ്ദീൻ, VM അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ കടശപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, ശ്രീ ഭൂതബലി, പ്രസാദഊട്ട് എന്നിവ ഉണ്ടായി. ശ്രീ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും പ്രത്യേകം തെടമ്പുകളിൽ ആവാഹിച്ച് പഴുക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്നു. ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. അന്തിമ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കാതെ നെൽവയൽ പരിവർത്തനം ക്രമവൽക്കരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകരുതെന്ന് ഹൈക്കോടതി ജസ്റ്റിസുമാരായ അശോക് ഭൂഷണും AM ഷെഫീഖും ഉത്തരവിട്ടു. കേരള സർക്കാർ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി ചോദ്യം ചെയ്ത് വരന്തരപ്പള്ളി സ്വദേശിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ TN മുകുന്ദൻ, VS ശ്രീനാഥ്, KK അനീഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദശദിന അവധിക്കാല വിനോദ വിജ്ഞാന ക്യാമ്പ് ആരംഭിച്ചു. സിനിമാ താരം വിനീത് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KV ഫൈസൽ, ജിഷ പ്രമോദ്, RA റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീഡിയോ വാൻ പ്രചാരണം നടത്തി. കിഴൂർ സെന്ററിൽ നഗരസഭാ കൗൺസിലർ ആവേൻ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പ്രചാരണം കുന്നംകുളത്ത് സമാപിച്ചു. സഹോദരനുമായി സിനിമ കാണാനെത്തിയ 18-കാരനെ എക്സൈസ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചതായി പരാതി. വെള്ളാങ്കല്ലൂർ സ്വദേശി മഠത്തിൽ വീട്ടിൽ രാഹുലിനെയാണ് 2 എക്സൈസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ഇരിങ്ങാലക്കുട ഇന്ത്യൻ കോഫി ഹൗസിന് സമീപത്തായിരുന്നു സംഭവം. ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടയിൽ വഴി തടസ്സപ്പെടുത്തി നിന്ന ഉദ്യോഗസ്ഥരോട് മാറാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. സിവിൽ ഡ്രസ്സിലായിരുന്നു ഉദ്യോഗസ്ഥർ രാഹുലിന്റെ മുഖത്ത് അടിക്കുകയും കഞ്ചാവ് കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറയുന്നു. സംഭവം കണ്ടുനിന്ന നാട്ടുകാർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഉദ്യോഗസ്ഥർ മുങ്ങുകയും ചെയ്തു. പരിക്കേറ്റ രാഹുലിനെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വലപ്പാട് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NA മാഹിന മണപ്പുറം പൗരാവലിയുടെ ആദരം. തൃപ്രയാർ NES കോളേജിൽ മണപ്പുറത്തെ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ട പൗരാവലിയാണ് ആദര ചടങ്ങ് സംഘടിപ്പിച്ചത്. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NA മാഹിന് പൗരാവലിയുടെ ഉപഹാരം നൽകി. നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P വിനു, EK തോമസ്, മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ലോക പൈതൃക ദിനാചരണത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നക്ഷത്ര വൃക്ഷത്തൈ വിതരണവും പ്രദർശനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ PK ശാന്തകുമാരിയുടെ നക്ഷത്രമായ ആയില്യം നക്ഷത്രത്തിന്റെ വൃക്ഷമായ നാഗമരം ചെയർപേഴ്സണ് സമ്മാനിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, KK ശ്രീനിവാസൻ, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷത്തൈകൾ വിതരണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യരാജാക്കന്മാരുടെ എതിർപ്പുകൾ ശക്തമായിട്ടും UDF സർക്കാർ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടു പോയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളം വികസനത്തിലേക്കാണോ വിനാശത്തിലേക്കാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് തെരഞ്ഞെടുപ്പെന്നും സുധീരൻ. LDFന്റെയും BJPയുടെയും ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള UDFന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കില്ലെന്നും ചെന്നിത്തല. കാളിദാരിക സംവാദത്താൽ പ്രസിദ്ധമായ കാട്ടാക്കാമ്പാൽ പൂരം സമാപിച്ചു. പൂരത്തിനിടെ പോലീസും പ്രാദേശിക പൂര കമ്മിറ്റി ഭാരവാഹികളും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് മുടങ്ങി. തിരുവിലാമല മലേശമംഗലത്ത് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് പരുത്തിപ്പള്ളി സ്വദേശികളായ വിഷ്ണു, അംബരീഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂരിൽ ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ മറിഞ്ഞുവീണ മണ്ണുമാതി യന്ത്രത്തിനിടയിൽ കുടുങ്ങി ഓപ്പറേറ്റർ മരിച്ചു. മോഷ്ടിച്ച വാഹനത്തിൽ കറങ്ങിക്കടന്ന് മോഷണത്തിന് ശ്രമിക്കുന്നതിനിടെ 2 പേർ ഗുരുവായൂരിൽ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി സേതുരാജ്, എറണാകുളം സ്വദേശി മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.